ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നോമ്പ് തുറക്കുന്ന നേരത്തും അതുപോലെ തന്നെ ഈ ചൂടുകാലത്തും നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള 3 തരത്തിലുള്ള ഡ്രിങ്കാണ് കാണിക്കാൻ പോകുന്നത്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അതിനുവേണ്ടി ആദ്യം ഞാൻ എടുത്തേക്കുന്നത് തണ്ണിമത്തനാണ്. ഇപ്പം തണ്ണിമത്തൻ നല്ല സീസൺ ആണല്ലോ, അപ്പോൾ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് കുരുവുള്ള തണ്ണിമത്തനാണ്. 2-3 തരത്തിലുണ്ടല്ലോ തണ്ണിമത്തങ്ങ. അപ്പോൾ അങ്ങനെയുള്ള വാട്ടർമെലൺ ആണെങ്കിൽ അതിൽ കുരുവൊക്കെ നല്ല രീതിയിലൊന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് വെള്ള പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വീഴരുത് കേട്ടോ. അല്ലാതെ തന്നെ കട്ട് ചെയ്തിട്ട് ഒരു ബ്ലെൻഡറിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കാണിക്കുന്നത് ഒരു ഗ്ലാസ്സിനുള്ള അളവാണ് കേട്ടോ കാണിക്കുന്നത്. എല്ലാത്തും തന്നെ 3 ഞാൻ അങ്ങനെ തന്നെ കാണിക്കുക. അപ്പം അതിനുള്ള അളവാണ്. നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാര ആവശ്യത്തിന്, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര എത്രയാണോ അത് അത്രയും എടുക്കുക. എന്നിട്ട് വാട്ടർമെലന് വെള്ളമൊന്നും വേണ്ടല്ലോ. എന്നിട്ട് അതങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പുതിന ഇലയും പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അരിപ്പ എടുത്ത് അതിലേക്ക് അരിച്ചുറ്റുന്നുണ്ട് കേട്ടോ. അരിച്ചുറ്റുമ്പം കുരുവിൻ്റെ പാർട്സ് വീഴാതെ നോക്കുക കേട്ടോ. ഒരു തിക്കായിട്ടുള്ള അരിപ്പയിൽ അരിച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ നാരങ്ങാനീരാണ് ചേർക്കുന്നത്. ഒരു 1/2 to 1/4 ടീസ്പൂൺ അടുത്ത് നാരങ്ങാനീര് ഒരു ഗ്ലാസ്സിന് ചേർത്താൽ മതിയാവും. കൂടുതൽ എടുക്കുമ്പോൾ അതനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് പിന്നെ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് ഈ വാട്ടർമെലൺ ഡ്രിങ്ക് അതിലേക്ക് ഊറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഡെക്കറേഷന് വേണ്ടി പുതിന ഇലയാണ് എടുക്കുന്നത് കേട്ടോ. ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാ. അപ്പോൾ അത് തയ്യാറായിട്ടുണ്ട്. രണ്ടാമത് ഞാൻ ചെയ്യുന്നത് ക്യാരറ്റ് ഡ്രിങ്കാണ്. അതിനു വേണ്ടി ഒരു കുറച്ച് വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ചൂടാവുക. തിളയ്ക്കൊന്നും വേണ്ട, ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് എടുത്താൽ മതി കേട്ടോ. അല്ലാതെ തിളച്ച് സിറപ്പൊന്നും ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ തിളച്ചെടുക്കുന്നത് ക്യാരറ്റിൽ പഞ്ചസാര ഡയറക്റ്റ് ചേർക്കുമ്പോഴത്തേക്കും പിന്നെ ഒരു വെള്ളച്ചവ് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ചൂടാക്കി എടുക്കുമ്പോഴത്തേക്ക് അതില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ സഹായിക്കും. എന്നിട്ട് ഇതുപോലെ ഒരു ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് ക്യാരറ്റ് ഒന്നും ചെയ്യേണ്ട, പച്ചയ്ക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതിയേ. ഒരു ക്യാരറ്റ് എടുത്താൽ മതി ഒരു ഗ്ലാസ് ഡ്രിങ്കിന്. എന്നിട്ട് ഈ പിന്നെ പഞ്ചസാര അലിയിച്ചില്ലേ ആ വെള്ളം കൂടെ ഊറ്റി കൊടുത്തിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ഊറ്റി കൊടുക്കാവുള്ളൂ, എന്നാലും നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടുകയുള്ളൂ. എന്നിട്ട് കുറേശ്ശെ ഊറ്റിയെടുത്ത് നല്ല രീതിയിൽ ഒന്ന് മഷി പോലെ അരച്ചെടുക്കുക കേട്ടോ. എന്നാലോ നമുക്ക് ക്യാരറ്റിൻ്റെ ജ്യൂസ് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. എന്നിട്ട് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയാലോ ക്യാരറ്റ് നല്ല രീതിയിൽ ഫുള്ളായിട്ട് ജ്യൂസ് എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഞെക്കിപ്പിഴിഞ്ഞ് നല്ല രീതിയിൽ അതിൻ്റെ ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ നാരങ്ങാനീരാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ ക്യാരറ്റിൻ്റെ ചെവിയൊന്നും ഉണ്ടാവില്ല ഈ നാരങ്ങാനീര് ചേർക്കുമ്പോൾ. നാരങ്ങാ വെള്ളം പോലെ തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ നാരങ്ങാനീര് നിങ്ങൾ ചേർക്കുമ്പോൾ ഒരു ഗ്ലാസ്സിന് വെള്ളത്തിന് 1/4 to 1/2 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്താൽ മതിയാവുമേ. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പുതിന ചേർക്കാം, ഞാൻ ചേർക്കണില്ല. പിന്നെ ഡെക്കറേഷന് വേണ്ടി ഒരു പിന്നെ നാരങ്ങയുടെ സ്ലൈസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് ഇത്. നെക്സ്റ്റ് അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒരു മുസമ്പിയുടെ ജ്യൂസാണേ. ഇപ്പം മുസമ്പിയും നല്ല രീതിയിൽ വിറ്റാമിൻ സിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പം ഇത് പുളിപ്പാന്ന് പറഞ്ഞാൽ കഴിവതും എല്ലാവരും കഴിക്കുമെന്നൊക്കെ പറഞ്ഞ് അടിക്കാതിരിക്കും. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമ്മളടിച്ച് ഫ്രിഡ്ജിൽ വെച്ചാലോ അങ്ങനെ കഴിപ്പൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുവേ. അപ്പോഴേക്കും മുസമ്പി ഇതുപോലെ ചെത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിനുള്ളിലെ കുരു പെടാതെ നോക്കണം കേട്ടോ. അതിൽ വലിയ കുരുവൊന്നും കാണത്തില്ല, 2-3 കുരു അധികം കാണുകയുള്ളൂല്ലോ. പിന്നെ ആ വെള്ളപ്പാർട്ട് കഴിവതും ഒന്ന് നീക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു 3-4 ചെറിയ പീസുകൾ, ഒരു 4-5 പീസ് മതിയാവും ഒരു മുസമ്പിക്ക്. അതും കൂടെ എടുത്തിട്ടുണ്ട്. അതെന്നിട്ട് ഒരു മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ ഞാൻ ചേർക്കുന്നത് പുതിന-ഇലയാണ്. പുതിന-ഇല ചേർക്കുമ്പോൾ നല്ലൊരു റിഫ്രഷിങ് ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ. ഏത് ജ്യൂസിനാണെങ്കിലും പുതിന ചേർക്കുമ്പോൾ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് എല്ലാ ജ്യൂസിനും ഞാൻ ചേർക്കും കേട്ടോ. എനിക്ക് ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പും ചേർത്ത് പഞ്ചസാരയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം, ഒരു സ്വല്പം വെള്ളം മതി, അധികം വെള്ളമൊന്നും വേണ്ട, ചേർത്ത് നല്ല രീതിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം രണ്ടും കൂടെ നല്ല രീതിയിൽ ബ്ലെൻഡാക്കി തന്നെ കിട്ടുന്നുണ്ട്, അല്ലാതെ ഒന്ന് വേറെ ആയിട്ടൊന്നും നിൽക്കുന്നില്ല. എന്നിട്ട് അതും ഇതുപോലെ നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഇതുപോലെ ഈ ഡ്രിങ്ക് ഊറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഡെക്കറേഷന് വേണ്ടി മുസമ്പിയുടെ പീസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പം നോമ്പ് തുറക്കുമ്പോഴും ഈ ചൂടുകാലത്തൊക്കെ നമുക്ക് റിഫ്രഷിംഗ് ആയിട്ട് കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള 3 ഡ്രിങ്കുകളാണ് ഞാനിവിടെ കാണിച്ചത്. നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും. ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. എന്നാലും ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.